ചെങ്ങന്മാരൊന്നും മീൻ പിടുത്തത്തിൻ്റെ വല്ലാതെ ഉണ്ടാവില്ല കേട്ടില്ല. ഇന്നിപ്പോൾ ഇതേ ഈ കാട്ടുകൂടിയും പൊന്തി കൂടി കിടക്കണേ അതാക്കാർ അപ്ലോഡ് ചെയ്യുക കൂടുതലും. നമ്മൾ ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലം പത്തിരിപ്പാലം അതാണ് നമ്മളെ ഇതിലുള്ള കൂടിയോ? ഞാൻ ഇറങ്ങാം. ഞാൻ ഇറങ്ങോട്ടി വാണ്ടോട്ടി പോകും. ഞാൻ ഇറങ്ങിക്കോളാം. ഇതിൻ്റെ അടിക്കുന്ന പോലെ പിന്നോട് ഇറങ്ങാതിരിക്കാൻ പറഞ്ഞതേ. റെയിലാണ്, റെയിൽ ഇതിൻ്റെ മേലെ കൂടി അതിൻ്റെ അടിയിൽ നോക്കിയിട്ടാ പോകുന്നത്. ആവില്ല എൻ്റെ കണ്ടുകൂടിയും കാവില്ല എൻ്റെതേ. എൻ്റെ ചിലപ്പോൾ കടയാന്ന് പറയും വേണ്ട. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ പോ നിൽക്കുന്നത്, ഈ ദ്വാരം. പക്ഷെ എനിക്ക് മാനേജ് ചെയ്യാം. പക്ഷെ എൻ്റെ ചിലപ്പോ ബേക്കിൽ കിടക്കേണ്ടി വരും. ആ ഇതാണ് സൈറ്റിൽ എത്തി കൊണ്ട് എത്തുന്നത്. ഇവിടെ പമ്പ് ഹൗസാണ് വരുന്നിടത്തേ. ഈ കുളവായ ഇതിൻ്റെ ഇടയിൽ കൂടി ഉണ്ടാവും നമ്മൾ ആൾക്കാരൊക്കെ. എല്ലായിട്ടും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും എന്നതാ. പിന്നെ ഞങ്ങൾ ആ ചെക്ക് ഡാമുക്ക് പോകേണ്ട പരിപാടിയാണ്. ആ തലക്ക ആൾക്കാരൊക്കെ കണ്ടു കേട്ടോ ലാസ്റ്റിലേ. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എന്താ പോണേ കരിമീനാളേ, കരിമീൻ. ആ അല്ല ഞാടില്ല, മറ്റേത് മാത്രമേ. ഇതാണ് നമ്മളെ പ്ലേസ്. എങ്ങനെയാണ് ഇതാണ് പത്തിരിപ്പാല. അവിടെ തെന്നിക്കഴിഞ്ഞാൽ വീണാഴ്ച വെള്ളത്തിക്കല്ലേ ബുഗാണിച്ചില്ലേ ചെറുക്കന്മാർ മോട്ടോർ സൈക്കിളോട്ട് പോകണതില്ലേ. ആ ഇതിപ്പോൾ വെറുതെ അവിടുന്ന് സാധനം ഏറ്റി കൊടുക്കുന്നത്. ഇതാണ് ഞങ്ങൾ പേര് ചെക്ക് ഡാം. ഇതിൻ്റെ അടിയിൽ ആറിലുണ്ടാവും കൂടെ പൂയര വേണേ. ആ നമ്മൾ സ്പോട്ടൊന്നും മാറുകയാണ്. കുറച്ച് മേലെ പോയേക്കണം. അത് കുറച്ച് കാടിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ പോയേക്കണം. ഞങ്ങൾ ചൂണ്ടിടാൻ പോകുന്ന സ്ഥലങ്ങളാണ്. വൺ കാട്ടിലൂടെയാണ് പോയിരുന്നത്. മുന്നേ ആരൊക്കെ വന്ന് ചാടുകയെന്നൊന്നും പറയാൻ പറ്റില്ല. വല്ല കരടിയോ ഒന്നും ഇല്ലായിരുന്നാൽ മതിയായിരുന്നു. ചൂണ്ടപ്പിരാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പിരാൻ തന്നെ. ഇപ്പം അതിൻ്റെ അടിയിൽ എന്താലാക്കിൻ്റെ ഒരു ആനന്നെ വന്നു കഴിഞ്ഞാലേ നെഞ്ഞ് മിരിച്ച് നിൽക്കുന്ന പറഞ്ഞ പോലെ. ആ ഈ കാണുന്നൊക്കെ പൂയരക്ക് കൊത്തിമറിച്ചാണ്. മണ്ണിരക്ക് കണ്ടുക്കണു. ഇത് നമ്മളെ തൊടുൻ്റെ ആൾക്കാർ കൊത്തിയൊന്നുമല്ല. കൊത്തിമറിച്ച അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വന്നിട്ട് നോക്കുമ്പോൾ ഒരാൾക്കും കൊത്തിനൊന്നും കാണില്ല മീനുകൾ. ഇപ്പോൾ എന്നും ഒന്ന് കൊത്തിയാന്നാവും. ഇവരൊക്കെ കൊത്തിമറിച്ചു അല്ലേ. മണ്ണിനടിയിൽ നിന്ന് ആഫ്രിക്കാർ കൊത്തിരിക്കണ പോലെയല്ല മരുന്നെല്ലിന് കിട്ടണമെന്നാവും. ചെറപ്പേ നമ്മളൊക്കെ പിരാന്താലോചിച്ച് നോക്കുകയാണേ. ഇവരും കാട്ടുകൂടി ഇതിനുള്ളത് വലിച്ചുകൊണ്ടാലും കൂടി അറിയില്ല. ആരെങ്കിലും ഉണ്ടാവും ഈ തോട്ട് കൂടി ഇറങ്ങണത്. ചക്കവണ പൈനാപ്പിൾ പണ ഇതുകൂടി പോണോ നീ? ഇതുകൂടി പോണോ? മൂച്ചിപ്പിരാന്താണ്, മൂച്ചിപ്പിരാന്ത്. മണ്ണി
പീരാന്ത് തന്നെ, പീരാന്ത്, പെരുമ്പീരാന്ത്. പേടിപ്പിച്ചേണ്ട. അല്ല, നമ്മളെന്തിനാ നിൽക്കണത്? ഫോറസ്റ്റ് കാടാണ് ഇന്ന്. കാട് ഫോറസ്റ്റ് മുഴുവൻ കാടാണ്, കാട് മുഴുവൻ ഫോറസ്റ്റാണ്. യോസൈക്കുന്ന ഇതൊക്കെ പൂയ കുത്തണ തന്നെ റബ്ബേത്. മൊത്തം ഇവിടെ കളച്ചോണല്ലോ. ആ, ഏക്കർ കണക്കിൽ. അല്ലെങ്കിൽ ഇപ്പം ഈ മൊട്ട സ്ഥലത്ത് ഇപ്പോൾ വെറുതെ കൃഷി നടത്താൻ ആരും കൊത്തിയിട്ടില്ലല്ലോ. ഇവർക്കും ചീമക്കൊന്നേണേ, ചീമക്കൊന്ന, വാഗ, ഫുൾ കാട്, ഫുൾ ഫോറാ, ഫോറാൻ്റെ എസ്. ഇതാണ് ചാലുവള്ളി, എടംതിരി, വലംതിരി. ചെങ്ങന്മാരെ നടന്ന് ഞങ്ങൾ ലാസ്റ്റ് ഇവിടേക്ക് എത്തിയത്. ഇറങ്ങിയത് റെയിൽവേ ട്രാക്കുമ്പോൾ കൂടി ഇങ്ങനെ പോകുന്ന അവസാനിച്ചപ്പോൾ പിന്നെയും വെക്ക് തന്നെ. ഇപ്പോൾ പൊട്ടിയിരിച്ച പോലായി. ആഹാ, എന്തായാലും കാണുമ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ്. ശ്രദ്ധ കൂടി നടക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ട്രെയിൻ എപ്പോഴും വരുന്നേ. ഇതിലെ പോണ ഭയങ്കര പ്രശ്നമാണ്, ഡേഞ്ചറാണ്. നമ്മൾ മീൻപിടുത്ത പിരാന്ത് മാറും. തിരക്ക് വണ്ടിയാണ്. ചെങ്ങന്മാരെ ഞങ്ങൾ യാത്ര നിന്നിട്ടില്ല. പോയി അലാക്കിൻ്റെ കാട്ടിൽ എത്തിക്കണം. ചൂണ്ടിടാനിപ്പോഴും ഒരു അധീനത്തേക്ക് എത്തിയില്ല. മുളം കൂടത്തിനുള്ളിൽ എത്തിക്കണം. ഓരോ മരങ്ങളാണെച്ചെങ്കിലോ കാടാണെങ്കിലും പോരാ. ഈ ആമ്പാത്ത് ഈ മേത്ത് കൂടെയൊക്കെ നിറച്ച മുള്ളാണ്. ഓ, ആ മരത്തുമ്പൊക്കെ ഇറങ്ങിയാൽ എടാ അവിടെ ഇതുണ്ടല്ലോ, ഇറങ്ങിയ അടയാളം. ഇത് അടിപൊളി സ്ഥലമാണല്ലോ. ആ മരത്തുമ്പട് കയറിയാൽ മതി. നമ്മൾ നോക്കിയാലോ? അത്ര അടി കൂടി ഇറങ്ങിപ്പോരേ. ഇത് കൂടി ഇറങ്ങണ്ടേ? അപ്പുറത്ത് പോയി ഇറങ്ങാം. ചന്തി കുത്തി വെക്കാറുണ്ടോ? ഓ, മുള്ളങ്ങാനിയാ. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്. വാളടിച്ചു വന്നാവും. എല്ലാതും അടിച്ചു ഇപ്പം മതി. അടിച്ചല്ലൊന്നും കമ്മിയില്ല. മോന്തക്ക് അടിച്ചു, മോന്തക്ക്. മീൻ കിട്ടുന്നത് വല്ലാതെ ഉണ്ടാവുന്നില്ല, പ്രതീക്ഷയൊന്നുമില്ല. ആ, ഞങ്ങളിന്നൊരു ടൂറായിട്ട് പോന്നിക്കുകയാണ്. ഇത് എഞ്ചിനീയറേ ഇട്ടോക്കടാ. ആ സാധനങ്ങൾ ഇതാ അല്ല, അസോളയൊക്കെ ഉണ്ടല്ലേ. ഇത് അസോളന്നെ അല്ലേ? അസോളിനെ മൂത്താപ്പേ മറിയുണ്ട്. കോലാനാണ് നിൽക്കണത്. മെഷീനുമേ ഫ്ലോട്ടൊക്കെ വെച്ചാണ്ടേ. ഇനി ഫുള്ള് ഫ്ലോട്ട് പരിപാടി കേട്ടോ. അവിടുന്ന് തന്നെ എറിച്ചിലേ നടക്കൂല. എന്തൊരു ഭീതിയാലേ. മരത്തിൻ്റെ മേള കയറണോ? അപ്പോൾ നമുക്ക് പരിപാടി നോക്കാം. ചെങ്ങന്മാരൊന്നും മീൻപിടുത്തത്തിൻ്റെ വല്ലാതെ ഉണ്ടാവില്ല കേട്ടില്ല. ഇന്നിപ്പോൾ ഇതേ ഈ കാട്ടുകൂടിയും പൊന്തി കൂടി കിടക്കണേ. അതാക്കാർ അപ്ലോഡ് ചെയ്യുക കൂടുതലും. ചെങ്ങന്മാർ ഇത്ര നേരത്തെ പരീക്ഷണത്തിന് സാധനം പൊങ്ങി. സാധനം പിടിച്ചു കണ്ണിന്. മാഷാ അല്ലാഹ്. ഇതാ കറക്റ്റ് അടിപൊളി നാടൻ കണ്ണം. അപ്പോൾ ചെങ്ങന്മാരെ സാധനം പൊക്കിട്ടോ.
ഒറിജിനൽ പക്ക നാടൻ കണ്ട. ഇത് എങ്ങനെ പോകാൻ എങ്ങോട്ടോ കാജ് എപ്പോഴോ ഉള്ളിൽ കയറിക്കൂടെ. ആ അവൻ ആ കുമ്പളങ്ങനെ അടിപൊളി. എന്താ സൈലൻ്റ് അവന്. നമ്മൾ സ്റ്റിക്കുമ്പേ ഒരു ഫ്ലോട്ടും കെട്ടിങ്ങാണ്ടേ അവിടെ അടിച്ചു വേണ്ട ഇട്ട് കൊടുക്കേണ്ട താമസം. പൊക്കിട്ടോ പൊക്കി വെള്ളത്തിൽ അവനെ കണ്ടു നമ്മൾ പൊക്കി. ഉൾക്കാട്ടുക്കുള്ള യാത്രയിലേ ഇപ്പോഴാണ് കയറിയത്. സ്ഥലമാണ്. ശരിക്കും നമ്മളിവിടെ എല്ലാ പരിപാടിയും നോക്കുന്നുണ്ട്. വാളൊക്കെ എറിഞ്ഞ് നോക്കുന്നുണ്ട്, പിന്നെ ചേറാന് കണ്ണന് എല്ലാ സംഗതിയും അറിയുന്നുണ്ട്. ഫ്രോഗ് അറിയുന്നുണ്ട്, ലൂർ അറിയുന്നുണ്ട്, വലിയ സംഗതിയൊക്കെ നോക്കുന്നുണ്ട്. റിസൾട്ട് ഉണ്ടാകാൻ അറിയില്ല.